എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? പിന്നീടെന്ന് ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഞാനും കാത്തൂട്ടിയും കേശുമോനും അമ്മുവും ഞങ്ങളെല്ലാവരും കൂടി ഒരു ഈവനിങ് വാക്കിനങ്ങ് ഇറങ്ങി. കാത്തൂട്ടിയുടെ സങ്കടമൊക്കെ മാറ്റി കൊടുക്കണ്ടേ. അങ്ങനെ നേരെ ഞങ്ങൾ വന്നത് കാത്തൂട്ടി ശീലാമ്മ എന്ന് വിളിക്കുന്ന ശ്രീലതയ്ക്കയുടെ കടയിലോട്ടാണ്. നല്ല സൂപ്പർ ബജ്ജിയൊക്കെ ഒരുക്കി അക്ക ഞങ്ങളെയും കാത്തിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടോയെന്ന് അക്കയോട് വിളിച്ചു വെച്ചിട്ടാണ് കേട്ടോ വന്നത്. കാത്തൂട്ടി ഇതാ എല്ലാം എടുത്തു വെച്ചിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പണ്ടേ കാത്തൂട്ടിക്ക് അങ്ങനെയാണ്, എല്ലാം സ്മെല്ല് ചെയ്ത് നോക്കണം. നല്ല സ്മെല്ലാണെങ്കിൽ കഴിക്കും. പണ്ട് ഞാനും അങ്ങനെയായിരുന്നു എന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈവൻ ചോറ് വരെ ഞാൻ മണത്ത് നോക്കാറുന്നത്ര. അതെന്തെങ്കിലും ആട്ടെ. അങ്ങനെ നമ്മൾ ബജ്ജി വാങ്ങി 2 ബജ്ജി കാത്തൂട്ടിക്കും കേശുമോനും ഫ്രീ ആയിട്ടും കിട്ടി. അത് പാടാണ് കേട്ടോ. പാടത്ത് മുഴുവൻ വെള്ളം കയറി കിടക്കുന്നതാണ്. പക്ഷെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു ആ പാടത്തോട്ട് നോക്കിയിരുന്ന് ഇങ്ങനെ ബജ്ജിയൊക്കെ കഴിക്കാൻ. അങ്ങനെ ബജ്ജിയൊക്കെ കൊടുത്ത് 2 പേരെയും ഹാപ്പിയാക്കി ഇന്നത്തെ ഈവനിങ് വാക്ക് ഞങ്ങൾ അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ ഹാപ്പിയല്ലേ എല്ലാവരും?